അപ്പോൾ നമ്മൾ മെമ്മറീസിനെ പറ്റിയാണ് പഠിക്കുന്നത്. മെമ്മറിയിൽ പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി ഓർ മെയിൻ മെമ്മറി എന്ന് പറയുന്നതാണ് എപ്പോഴും വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറി, അതായത് ടെമ്പററി ആയിരിക്കും, സ്റ്റോർ ചെയ്യുന്നു ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, സോ നമുക്കതിൽ റാൻഡം ആക്സസ് മെമ്മറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നതെന്ന്. The term RAM is short for random access memory. The RAM is where the data the computer is working on is stored while the computer is running. അതായത് ഒരു കമ്പ്യൂട്ടർ റൺ ആവുന്ന സമയത്ത് ആ സമയത്ത് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് റാമിൽ മെമ്മറി, അത് റാൻഡം ആക്സസ് മെമ്മറി. Actually, the program is also loaded into RAM before being executed. അതായത് നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി റാമിൽ സ്റ്റോർഡാണ് സംഭവം. Thus both program and data stored in the RAM while the program is being executed. So നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് ആ പ്രോഗ്രാമും ഡേറ്റയും റാമിൽ ഓൾറെഡി stored. The RAM is typically cleared whenever the computer is reset or shut down. അതായത് നമ്മളിപ്പം സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് സേവ് ചെയ്യുമ്പം സെക്കൻഡറി മെമ്മറിയിലേക്ക് അത് സ്റ്റോർ ആവും. സേവ് ചെയ്തില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഷട്ട് ഓഫോ റീസെറ്റോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത റാൻഡം ആക്സസ് മെമ്മറി അങ്ങ് പോകും. അതായത് അതൊരു ടെമ്പററി മെമ്മറിയാണ്. ദസ് ഡാറ്റ സ്റ്റോർഡ് ഇൻ റാം ഡസ് നോട്ട് സർവൈവ് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട്സ്. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുമ്പം ആ മെമ്മറി കാണത്തില്ല. എക്സാക്ട്ലി വെൻ വി ഡു കമ്പ്യൂട്ടർ പ്രോഗ്രാംസിൽ ചില സമയത്ത് നമ്മൾ സേവ് ചെയ്യാത്തതൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് റാൻഡം ആക്സസ് മെമ്മറിയിലേക്ക് മാത്രമേ അത് സേവ് ആയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോകുന്നത്. ഓക്കെ, അടുത്തത് റോം, റീഡ് ഓൺലി മെമ്മറി. ഇറ്റ്സ് ഓൾസോ എ പ്രൈമറി മെമ്മറി ബട്ട് ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ. ഓക്കെ, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. Stores crucial information essential to operate the system, like the program essential to boot the computer. Stores crucial information, നല്ല വേണ്ടിയതായ ഇൻഫോർമേഷൻസ് മാത്രം സ്റ്റോർ ചെയ്യുക. എസെൻഷ്യൽ ടു ദ ഓപ്പറേറ്റ് ദ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്റ്റോർ ചെയ്യുന്നതിനാണ് ദ പ്രോഗ്രാം എസെൻഷ്യൽ ടു ബൂട്ട് ദ കമ്പ്യൂട്ടർ. It is not volatile. Always retain its data. അതിൻ്റെ ഡേറ്റ എപ്പോഴും അവർ റിറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. Used in embedded systems or where the programming needs no change. Used in calculators, peripheral devices. കാൽക്കുലേറ്റേഴ്സിലും പെരിഫറൽ ഡിവൈസസിലൊക്കെ ഓൺലി മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇറ്റ് റീറ്റെയിൻസ് ഇറ്റ്സ് ഡേറ്റ. ഓക്കെ, സോ ക്രൂഷ്യലായിട്ട് വേണ്ടിയ മെമ്മറി ആണ് സ്റ്റോർ ചെയ്യുന്നത്. അതും ബൂസ്റ്റ് ചെയ്യും. എന്തോന്ന്? ബൂട്ട് ദ കമ്പ്യൂട്ടർ. ഓക്കെ, എസെൻഷ്യൽ ടു ബൂട്ട് ദ കമ്പ്യൂട്ടർ. ആൻഡ് ഇറ്റ് റീറ്റെയിൻസ് ഇറ്റ്സ് ഡേറ്റ. യൂഷ്വലി യൂസ് ചെയ്യുന്നത് കാൽക്കുലേറ്റേഴ്സും പെരിഫറൽ ഡിവൈസസിലുമാണ്. ആൻഡ് റോം തന്നെ ഒത്തിരി തരമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റോം, പ്രോം, EPROM, EEPROM. EPROM എറേസബിൾ പ്രോഗ്രാമിംഗ് റീഡ് ഓൺലി മെമ്മറിയാണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ അടുത്ത ടൈപ്സ് ഓഫ് അത് തന്നെ ടൈപ്സ് ഓഫ് റീഡ് ഓൺലി മെമ്മറി നോക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ വ്യൂമൻസ് കോൺസ്റ്റൻറ്റ് അങ്ങനെ പറയുന്നൊരു കാര്യം പഠിക്കാനുണ്ട്. വോൺ ന്യൂമൻസ് കോൺസ്റ്റൻറ്റ്, കോൺസ്റ്റൻ്റ് അല്ല, വോൺ ന്യൂമൻസ് കോൺസെപ്റ്റ്. ഓക്കെ, അത് പഠിക്കാനുണ്ട്. വോൺ ന്യൂമൻസ് കോൺസെപ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾവേസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പാർട്ടാണ്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് റീഡ് ഓൺലി മെമ്മറി, ദാറ്റ് ഈസ് റോം നോക്കാം. പ്രോം, PROM,
programmable read-only memory. It can be programmed by the user. Once programmed, the data instruction it cannot be changed. അതായത് ഒരു പ്രാവശ്യം നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. It can be programmed by the user, and once it is programmed, the data cannot be changed. Okay, അതാണ് programmable read-only memory. EPROM, erasable programmable memory, read-only memory. It can be reprogrammed to erase data from it, expose it to the ultraviolet light, reprogram it, erase all the previous data. അതായത് ഇറ്റ് ക്യാൻ ബി റീപ്രോഗ്രാംഡ്. നമുക്ക് ആ പ്രോഗ്രാം റീപ്രോഗ്രാം ചെയ്യാൻ കഴിയും. ടു എറേസ് ഡേറ്റ നമ്മൾ അൾട്രാ വയലറ്റ് ലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യുക ആൻഡ് എറേസ് ഓൾ ദ പ്രീവിയസ് ഡേറ്റ. EEPROM, electrically erasable programmable read-only memory. The data can be erased by the applying electric field, no need of ultraviolet. ഓക്കെ, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ടൈപ്സ് കേട്ടോ. എന്നാലും നോക്കാം. പ്രോഗ്രാമബിൾ റീഡ്-ഓൺലി മെമ്മറി എന്ന് വെച്ചാൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. EPROM, ദാറ്റ് ഈസ് എറേസബിൾ പ്രോഗ്രാമബിൾ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ കഴിയും, പക്ഷേ അതൊരു അൾട്രാ വയലറ്റ് ലൈറ്റിലേക്ക് നമ്മൾ എക്സ്പോസ് ചെയ്യണം. ഓക്കെ, EPROM എന്ന് പറയുമ്പം ഇലക്ട്രിക്കലി നമുക്കത് റീചേഞ്ച് ചെയ്യാൻ കഴിയും. അടുത്തത് ഹാർഡ് ഡിസ്ക്. അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, സിസ്റ്റം സോഫ്റ്റ്വെയർ. Hard disk. Hard disk is a device that can store data and have the data survivor power off and resets the computer. The data stored on the hard disk. The hard disk is a device that can store data. നമുക്ക് ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ ഹാർഡ് ഡിസ്ക് കൊണ്ട് കഴിയും. And have the data survivor power off and resets of the computer. Data stored on the hard disk can be read at a later point, no matter how long time and computer has been powered off, provided that computer and the hard disk is still working at the time it is again powered on. അതായത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നൊരു ഡിവൈസാണ്. ആൻഡ് ആ ഡേറ്റാസ് നമുക്ക് എത്ര കാലം കഴിഞ്ഞ് വേണേലും ആ കമ്പ്യൂട്ടറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിനകത്ത് സേവ് ആയി കിടക്കും. പക്ഷേ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഹാർഡ് ഡിസ്ക് ഇസ് വർക്കിംഗ്. ഹാർഡ് ഡിസ്ക് വർക്കിംഗ് ആണ്, കമ്പ്യൂട്ടർ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡേറ്റ നമുക്കിപ്പോഴും നമുക്ക് കാണാൻ പറ്റും. The hard disk is where you normally store your documents and files. നമ്മൾ സാധാരണ ഇപ്പം ഞാൻ ഒരു വർഷം മുന്നേ എൻ്റെ ഫയൽസൊക്കെ, എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഫയൽസൊക്കെ, മാർക്ക് ഫയൽസൊക്കെ ഞാനൊരു കമ്പ്യൂട്ടറിനകത്തെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോഴും ആ കമ്പ്യൂട്ടർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റിൽ ദാറ്റ് ഫയൽസ് വിൽ ബി കറക്റ്റ്ലി ഓൺ ദാറ്റ് പ്ലേസ് ആൻഡ് നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കാൻ കഴിയും. കാരണം അത് ഞാൻ സേവ് ചെയ്തേക്കുന്നത് ഹാർഡ് ഡിസ്കിലേക്കാണ്. നമ്മളിപ്പം ഫോറിൻ കൺട്രീസിൽ പോയിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോ നമ്മൾ എടുത്തിട്ട് തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര കാലം വേണം സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ആ ഫോട്ടോസെല്ലാം നമ്മളൊരു ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒത്തിരി നാളുകൾ ഇരിക്കും. ഓക്കെ, it is also on hard disk that the computer's operating system is stored. അതായത് it is also on hard disk that the computer's operating system is stored. ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരെ സ്റ്റോർ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിലേക്കാണ്. And where the programs you have installed on the computers are stored. പ്രോഗ്രാംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിലാണ്. ഹാർഡ് ഡിസ്ക് ഇസ് ഓൾസോ വെയർ യുവർ ഓൺ പ്രോഗ്രാംസ് ആർ സ്റ്റോർഡ്. നമ്മുടെ താനുള്ള പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിലാണ്. Where the computer is told to execute a program, it loads the program from the hard disk into RAM and executes it from there. കമ്പ്യൂട്ടറിൽ നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ലോഡ്സ് ദ പ്രോഗ്രാം ഫ്രം ദ ഹാർഡ് ഡിസ്ക് ഇൻ ടു ദ റാം. ഹാർഡ് ഡിസ്കിൽ നിന്നാണ് ആ പ്രോഗ്രാം റാമിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രോഗ്രാംസ് can also read from write to the hard disk. For instance, the program Microsoft Word can read and write Word documents from and to the hard disk.
അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡ് ഡിസ്കിൽ നിന്നാണ് അത് പിന്നെ റാമിലേക്ക് പോയി പിന്നെ രജിസ്റ്റേഴ്സിലൊക്കെ സ്റ്റോർ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഞാൻ സ്പീഡിൽ പറയാം. An input device sends information to the computer system for processing. An output device reproduces the or displays the result of the processing. Input devices only allow for input of the data to the computer. കമ്പ്യൂട്ടറിലേക്ക് data input ചെയ്യാൻ by the user. Okay, devices are only input devices or output devices as they can only accept data input from the user and the output data generated by the computer. Okay, however, some devices can accept input and display output and they are referred to as input-output devices. നിങ്ങൾക്കിത് വലിയ പാടില്ലല്ലോ, സ്പീഡിൽ പറഞ്ഞു പോവാണ്. An input device can send data to another device but it cannot receive data from another device. ഇങ്ങോട്ട് വാങ്ങാൻ പറ്റുന്നത് ഔട്ട്പുട്ടിനാണ് അല്ലേ. കീബോർഡിനെ തിരിച്ചു കിട്ടുമോ? ഇല്ല, അത് ഇൻപുട്ട് ചെയ്യാനേ നമുക്ക് സാധിക്കത്തുള്ളൂ. അക്സെപ്റ്റ്സ് ഇൻപുട്ട് ഫ്രം യൂസർ, സെൻസ് ദാറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങിച്ചിട്ട് അവിടുന്ന് നേരെ ഡേറ്റ സെൻഡ് ചെയ്യും ടു ദ കമ്പ്യൂട്ടർ. ദേ കനോട്ട് അക്സെപ്റ്റ് റീപ്രൊഡ്യൂസ് ഇൻഫർമേഷൻ ഫ്രം ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ നിന്ന് റിസീവ് ചെയ്ത് നമുക്ക് തരാൻ നമുക്ക് കഴിയില്ല. പക്ഷെ നമ്മുടെ നിന്ന് ഇവർക്ക് റിസീവ് ചെയ്ത് കമ്പ്യൂട്ടറിന് കൊടുക്കാൻ കഴിയും. മൈക്രോഫോൺസ് റിസീവ് സൗണ്ട് ജനറേറ്റഡ് ബൈ ഇൻപുട്ട് സോഴ്സ്. ഒരു ഇൻപുട്ട് സോഴ്സിൽ നിന്ന് സൗണ്ട് കിട്ടിയിട്ട് അവർ സെൻസ് ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ആൾക്കാരാണ് ഇൻപുട്ട് ഡിവൈസസ്. Receives images generated by whatever it is pointed at and sends those images to the computer. And output devices. An output device can receive data from another device and generate output with that data, but it cannot send data to another devices. അതായത് an output device can receive data from another device and generate output with that data but cannot send data to another device. അതിന് കൊടുക്കാൻ കഴിയത്തില്ല, പക്ഷെ അത് കമ്പ്യൂട്ടറിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് ഇറ്റ് റിസീവ് ഡേറ്റ ഫ്രം വൺ ഡിവൈസ് ആൻഡ് ഗീവ് ഇറ്റ് ടു ആൻഡ് ഡിസ്പ്ലേ ഇറ്റ്. ഓക്കെ, ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. പക്ഷെ അവർക്ക് വേറൊരു സ്ഥലത്തേക്ക് വേറൊരു അനദർ ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, പക്ഷെ അത് ജനറേറ്റ് ഔട്ട്പുട്ട്. ഓക്കെ, മോണിറ്റേഴ്സ് റിസീവ് ഡേറ്റ ആൻഡ് ഡിസ്പ്ലേസ് ഇൻഫർമേഷൻ. ഇറ്റ് കനോട്ട് അക്സെപ്റ്റ് ഡേറ്റ ഫ്രം യൂസേഴ്സ് ആൻഡ് ഡേറ്റ ടു അനദർ ഡിവൈസ്. അത് വേറൊരു ഡിവൈസിലേക്ക് അതിന് കൊടുക്കാൻ കഴിയത്തില്ല. പ്രൊജക്ടർ റിസീവ്സ് ഡേറ്റ ഫ്രം ദ ഡിവൈസ് അല്ലേ, ആൻഡ് ജനറേറ്റ് ദ ഔട്ട്പുട്ട്. റിസീവ്സ് ആൻഡ് ജനറേറ്റിംഗ്, ഇതാണ് മെയിൻ തീം. ഓക്കെ, input-output devices ഉണ്ട്. An input-output device can receive data from the user and send data to another device. അതായത് യൂസറിൻ്റെ നിന്ന് വാങ്ങിക്കുക, കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുക, കമ്പ്യൂട്ടറിൽ നിന്ന് വാങ്ങിച്ച് അനദർ ഡിവൈസിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കുക. CD, RW ഡ്രൈവ് ആൻഡ് DVD അതൊക്കെ എന്താണ്, receives data from a computer to copy on a writable. Also the driver sends data to a computer. കമ്പ്യൂട്ടറിലേക്ക് റിസീവ് ചെയ്യുകയും ചെയ്യും, കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യാനും കഴിയും. ഓക്കെ, USB ഫ്ലാഷ് ഡ്രൈവ് അതൊക്കെ. ഇനി നമ്മൾ നോക്കിയേ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പിന്നെ ഇതൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണിത്. പഠിക്കാം.